So hi guys, welcome back to another video. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ UPI ആപ്ലിക്കേഷനിലെ ബെസ്റ്റ് ആപ്പ് ഏതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം, നോർമൽ എല്ലാവരും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ടാവും, പേടിഎം യൂസ് ചെയ്യുന്നുണ്ടാവും, ഫോൺ പേ യൂസ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ വേറെ ചില ഈ പറയുന്ന UPI ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനുള്ള ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഞാൻ പേഴ്സണലി ഉപയോഗിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൻ്റെ സൂപ്പർ മണി എന്നുള്ള UPI ആപ്ലിക്കേഷനാണ്. സോ ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി നമുക്ക് ഈ ഗൂഗിൾ പേ അതുപോലെ തന്നെ പേടിഎമ്മിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വൗച്ചേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഈ വൗച്ചേഴ്സ് നമ്മൾ പലപ്പോഴും റെഡീം ചെയ്യാറില്ല, അത് ഓട്ടോമാറ്റിക്കലി എക്സ്പയർ ആയി പോവുകയും ചെയ്യും. ഈ വൗച്ചറിനൊക്കെ ചില കാലാവധികളുണ്ടാകും, ചിലപ്പോൾ 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം മാത്രമേ ഇതിൻ്റെ കാലാവധികൾ കാണത്തുള്ളൂ. മെജോറിറ്റി വൗച്ചർ നമ്മൾ ഒഴിവാക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കാനുള്ള നമുക്ക് ഫണ്ടിൻ്റെ ഷോർട്ടേജ് ആയിരിക്കും, നമ്മൾ കുറച്ച് കാര്യമാക്കാറില്ല. കാരണം എന്ത് വൗച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ 500 രൂപ വൗച്ചർ അല്ലെങ്കിൽ 1000 രൂപ വൗച്ചർ തരുന്നുണ്ടെങ്കിലും നിങ്ങളൊരു 3000-4000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ 10000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലവരത് ഒഴിവാക്കി വിടുന്നുണ്ടാവും. മാത്രമല്ല മുമ്പ് ഗൂഗിൾ പേ നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് എന്നുള്ള രൂപത്തിലാണ് ഫസ്റ്റ് ഗൂഗിൾ പേ ഒക്കെ ഇറങ്ങിയത്. അപ്പോഴൊക്കെ നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ആപ്ലിക്കേഷനെ കുറച്ചുകൂടി വൈഡർ ഈ ഒരു ഓഡിയൻസിനെ റീച്ച് ചെയ്യാനായിട്ട്, വൈഡർ കസ്റ്റമേഴ്സിനെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അവർ നിർത്തി. സോ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സൂപ്പർ മണി ഒരു ആപ്ലിക്കേഷൻ, ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇത് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ ഞാൻ പരിചയപ്പെടാൻ കാരണം. സോ വൺസ് അവൻ എനിക്ക് റെക്കമെൻഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കത് പേഴ്സണലി ഉപയോഗിച്ച് എനിക്ക് തോന്നി കുറച്ച് ബെറ്ററാണ്. അപ്പോൾ എൻ്റെയും ഈ പറയുന്ന ഓഡിയൻസിന് കുറച്ചുകൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ സൂപ്പർ മണി എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ഈ പറയുന്ന ലിങ്ക് ചെയ്ത് വെക്കാൻ പറ്റും. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓരോ പേയ്മെൻറ്റും നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. അത് ഗ്യാരണ്ടീഡ് ആണ്. ഈ പറയുന്ന ക്യാഷ് ബാക്സ് ഒക്കെ ഒരു ട്രാൻസാക്ഷൻ നിന്ന് പോകുന്നില്ല. നിങ്ങൾ ഏത് ട്രാൻസാക്ഷൻ ചെയ്താലും, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കൂട്ടുകാർക്ക് ഫണ്ട് അയക്കുന്നതായിരിക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നതായിരിക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഊബറും അതുപോലെ തന്നെ ഓല അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കട്ടെ, നിങ്ങൾ ഏത് പേയ്മെൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാഷ് ബാക്സ് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് ഒരു അക്കൗണ്ടിൽ ഈ ക്യാഷ് ബാക്കിലോട് തന്നിട്ട് നിന്ന് പോകുന്നതല്ല. നിങ്ങൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് എല്ലാ ട്രാൻസാക്ഷനും ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാഷ് ബാക്സ് കിട്ടും. ഇത് നിന്ന് പോകുന്നതല്ല. മാത്രമല്ല ഞാൻ അത് ഗ്യാരണ്ടീഡ് ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ല ഞാൻ ഒരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യാറില്ല. എനിക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെ ക്യാഷ് ബാക്ക് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇത് ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ക്യാഷ് ബാക്സ് എന്തായാലും കിട്ടും. ഈ പറയുന്ന വൗച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ക്രാച്ച് ചെയ്തിട്ട് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം അങ്ങനെയൊന്നും വരത്തില്ല. നിങ്ങൾക്ക് എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് ചെറിയ എമൗണ്ടെങ്കിലും കിട്ടും. നിങ്ങളത് യൂസ് ചെയ്ത് നോക്കും. ഇപ്പം സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ 1 രൂപ, ചിലപ്പോൾ 2 രൂപ അല്ലെങ്കിൽ 5 രൂപ ആയിരിക്കും ഒരു ട്രാൻസാക്ഷനിലേക്ക് കിട്ടുന്നത്. പക്ഷേ അത് ക്യുമുലേറ്റ് ചെയ്ത് നിങ്ങൾ അക്കൗണ്ടിൽ തന്നെ തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ അതിനകത്ത് കിടന്നുണ്ട്. ഈ പറയുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് റിയൽ ക്യാഷ് തന്നെയാണ് നിങ്ങൾ ഈ വാളറ്റിനകത്ത് ആഡായി വരുന്നുണ്ടാവും സൂപ്പർ മണിയുടെ. വൺസ് ഈ ക്യാഷ് ബാക്ക് ഒരു തുകയൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് 10 രൂപയൊക്കെ ആകുമ്പോഴാണ് മിനിമം നമുക്ക് വിഡ്രോയിൽ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്യുമുലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ 100 രൂപ അല്ലെങ്കിൽ 500 രൂപയായിട്ട് വരെ ആക്കാനായിട്ട് രീതിക്ക് നിങ്ങൾ ക്യുമുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നിങ്ങൾ റെഡീം കൊടുക്കുമ്പോൾ ഡയറക്റ്റ്ലി നിങ്ങളെ UPI ലിങ്ക്ഡ് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ്ലി നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. സോ ഇതൊരു പോക്കറ്റ് മണി സേവർ എന്ന് പോലെ നമുക്ക് വെച്ചേക്കാം. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കിപ്പോൾ ഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ റെഡീം എക്സ്ട്രാ ക്യാഷ് ബാക്സ് ടു ബാങ്ക് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഫണ്ട് ഒറ്റയടിക്ക് നിങ്ങൾ അക്കൗണ്ടിൽ വരും. നിങ്ങൾക്ക് അന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ പറയുന്ന ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഉപകാരപ്പെടും.